സോ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അവിടെ രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പാരൻറ്റിനും മെയിൽ ഗാമെറ്റ് ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്, മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും ഫ്യൂസ് ചെയ്യുന്നു. സോ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമെറ്റ് and female gamete. Male gamete in female gamete in fusion within the same individual ആവാം, opposite sex ആവാം. ചില ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് കാണും, ചില രണ്ട് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് കാണാം. സോ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് വിത്തിൻ ദ സെയിം ഇൻഡിവിജ്വൽ ഓർ വിത്തിൻ ദ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് സെക്സിൽ. ഇത് കഴിഞ്ഞാൽ ഇവർ രണ്ടും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് സൈഗോട്ട്. ആൻഡ് സൈഗോട്ടിൽ നിന്ന് ഒരു ന്യൂ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. നമ്മൾ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ പറഞ്ഞു ഒരു പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഓഫ്സ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ടു വൺ അനദർ. ഓഫ്സ്പ്രിങ്സ് തമ്മിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും, അതുപോലെ അവർ പാരൻസുമായിട്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും. പക്ഷേ ഇവിടെ രണ്ട് പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് ഓഫ്സ്പ്രിങ്സ് ഒരിക്കലും ഐഡൻറ്റിക്കൽ ആയില്ല. ദേ വിൽ നോട്ട് ബി ഐഡൻറ്റിക്കൽ ടു വൺ അനദർ ആൻഡ് അവർക്ക് അവർ പാരൻസുമായിട്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അതാണ് ഇവിടുത്തെ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിന് വേരിയേഷൻസ് ഉണ്ട്. രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് വേരിയേഷൻസ് ഉണ്ട്. ഓഫ്സ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ആവില്ല എന്ന് മാത്രമല്ല പാരൻസുമായിട്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല.